മലയാറ്റൂരിലെ ജനവാസ കേന്ദ്രമായ വള്ളിയാങ്കുളം പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതാണ്, ഇന്നലെ രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന് ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് പുലർച്ചെ ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപത്തും ആനക്കൂട്ടം എത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആനക്കൂട്ടവുമൊക്കെ സംഘടിതമായി ഈ മലയോര പ്രദേശങ്ങളിൽ, ഈ വനപ്രദേശങ്ങൾക്ക് അടുത്തുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും അപകടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ മോഴയാനകൾ ഉണ്ടാകും. നമുക്കറിയില്ല, മേലൂർ മഗ്നയെ പോലെയുള്ള ഈ മോഴയാനകളും വന്നുവെന്ന് വരാം. ഒരുപാട് ജാഗ്രതകൾ നമ്മൾ പാലിക്കേണ്ട സമയമാണ്. കടുത്ത ചൂടാണ്. കാട്ടിനുള്ളിൽ ആവശ്യത്തിന് ജലം കിട്ടുന്നില്ല. ശുദ്ധജലം തേടി കാട്ടാനക്കൂട്ടമൊക്കെ നാട്ടുമ്പുറത്തേക്കും നഗരങ്ങളിലേക്കും ഇറങ്ങി തുടങ്ങിയിരിക്കുന്ന കാഴ്ച. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വളവ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കാട്ടാനയെ കണ്ടാലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യം കേരളത്തിൻ്റെ വയനാട് പോലുള്ള ജില്ലകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, പറയൂ വിശേഷങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര മേഖലകളിൽ അവിടെ ഈ കാട്ടാനശല്യം ഇങ്ങനെ രൂക്ഷമാവുകയാണ്. ഇന്ന് പുലർച്ചെ നമ്മളൊരു വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ മലയാറ്റൂർ മേഖലയിലെ ആറാട്ടുകടവ് എന്ന് പറയുന്ന മേഖലയിലാണ് ഇന്നലെ രാത്രി ഈ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത്. ഇപ്പോൾ ഇതാ വള്ളിയാംകുളം പറയുന്ന മേഖല മലയാറ്റൂരിൽ തന്നെയാണ്, അതും ജനവാസ മേഖലയിലാണ്. അവിടെയാണ് ഈ കാട്ടാനകൾ കൂട്ടമായി എത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ ആനകൾ ഇങ്ങനെ കൂട്ടമായി ആ മേഖലയിലേക്ക് ഇങ്ങനെ ഓടിക്കയറുന്നുണ്ട്. ഒപ്പം ആനകൾ ചിഹ്നം വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ജനവാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകളൊക്കെ വലിയ ഒരു ഭീതിയിൽ തന്നെയാണ്. രാത്രികാലങ്ങളിലൊക്കെ ഈ ആനകൾ കൃഷിയിടങ്ങളിലും മറ്റും എത്തുന്നത് തടയുന്നതിനും അവരെ അവിടെ നിന്ന് ഓട്ടിക്കുന്നതിനും ഒക്കെ ആളുകൾ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. അധികൃതർ കൃത്യമായി ഇടപെടണം ഈ കാര്യത്തിൽ എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. ഒപ്പം തന്നെ ഇങ്ങനെ ഈ കാട്ടാനകൾ കൂട്ടമായി ഇങ്ങനെ ഇറങ്ങുന്നത് അതിങ്ങനെ സ്ഥിരം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ആ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ കഴിയുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി. റഫീഖ് പറയുന്നത് താങ്കൾ എന്തായാലും അത് സമ്മതിച്ചല്ലോ. ഓരോ നേതാക്കന്മാർ നിങ്ങളെ കാണുമ്പോഴേ കുഴപ്പത്തിൽ ചാടുന്നത്. ഒരിക്കലുമല്ല. ഇന്നലെ കുഴപ്പമുണ്ടായത് മാധ്യമങ്ങളെ കുഴപ്പമുണ്ടാക്കിയിട്ടാണോ? അതൊരിക്കലുമല്ല. മോഹൻ പിള്ള പറയുന്നു, ഒരു കാലത്ത് സ്ഥിരമായി വരാറുണ്ടായിരുന്ന ആറ്റുകാൽ പൊങ്കലയ്ക്ക് വരുന്ന സുമാരി ചേച്ചിയും കവിയൂർ പൊന്നമ്മയും കുറിച്ച് പറയണ്ടേ. സുമാരി ചേച്ചി കൃത്യമായിട്ട് വരുമായിരുന്നു. ചേച്ചിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. കവിയൂർ പൊന്നമ്മ ചേച്ചിക്ക് ഇപ്പം സുഖമില്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ചേച്ചി പൊങ്കാലയ്ക്ക് പോകുന്നില്ല. സുധ ചോദിക്കും, ഞാനൊരു വീട്ടമ്മയാണ്, ഇത്തവണ പൊങ്കാലയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. സാറിൻ്റെ വീട്ടിൽ നിന്ന് പൊങ്കാലയിടാൻ പോയോ? ഇല്ലല്ലോ. സിനിമാ താരങ്ങളെ കാണിക്കുന്ന പോലെ അങ്ങയുടെ വീട്ടിൽ വീട്ടുകാർ വന്നിട്ട് അവരെ കാണാൻ താല്പര്യമുണ്ട്. അവരെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിയേ പറ്റുമല്ലോ സുധ. അപ്പോൾ എൻ്റെ ഭാര്യ ഉഷയാണ് സാധാരണ ഇങ്ങനെ ഈ പൊങ്കാലയ്ക്ക് കൃത്യമായി പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണ അദ്ദേഹത്തിന് ചില അലച്ചിലുകൾ ഉള്ളതുകൊണ്ട് പോയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംഘം തിരുവനന്തപുരത്ത് എത്തിയതായിട്ട് വിവരമുണ്ട്.